ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ മേള പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റിനാണ്. ആഫ്രിക്കൻ വയലറ്റിന് ഒരു 6 വെറൈറ്റീസ് വരുന്നുണ്ട്. റേറ്റ് എന്ന് പറയുന്നത് 390 രൂപയാണ് വരുന്നത്. ആ ഒരു ചെടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എങ്ങനെയാണ് നടുക എന്നുള്ളതും, അതുപോലെ തന്നെ ആഫ്രിക്കൻ വയലറ്റിന് പോട്ടി മിക്സ് എന്താണെന്നുള്ളതും, ഒപ്പം അതിന് കെയറിങ് എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് കെയറിങ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റിന് അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ വേര് ഭാഗം എപ്പോഴും നനഞ്ഞിരിക്കണം, അതായത് അതിൻ്റെ മണ്ണ് ഭാഗം എപ്പോഴും നനഞ്ഞിരിക്കണം. പോട്ടിലെ മണ്ണിൽ എപ്പോഴും നനവ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ തന്നെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ സൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നടുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേര് ഭാഗത്ത് ചിലത് പൊട്ടി മുളച്ച് വരുന്നുണ്ടാവും. അതൊന്നും എടുത്ത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. അതോടൊപ്പം ഇതിൻ്റെ ഇലഭാഗത്തുള്ള തണ്ടോട് കൂടി മുറിച്ചിട്ട് വേറൊരു പോട്ടിലേക്ക് നട്ടു വെച്ചാലും പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് ആ ചെടി വളർന്നോളും കേട്ടോ. അങ്ങനെയും കൂടി ഒന്നും ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മെലസ്റ്റോമയാണ്. 210 രൂപയാണ് 3 പ്ലാന്റിന് വരുന്ന റേറ്റ്. യെല്ലോ, വൈറ്റ്, അതുപോലെ തന്നെ പിങ്കും വയലറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ്. എന്നാൽ പിങ്കും അല്ല, എന്നാൽ വയലറ്റും അല്ല, രണ്ടും കൂടി മിക്സഡ് ആയിട്ട് വരുന്നൊരു കളറാണ്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സഡ് ആയിട്ട് വരുന്നതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മീഡിയം ലെവലിലുള്ള വെള്ളം മാത്രം ഈ ഒരു ചെടിക്ക് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഇത് വളർത്തിയെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ വേര് ഭാഗത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പം നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് മുറിച്ചെടുത്ത് വേറൊരു പോട്ടിലേക്ക് നട്ടു വെക്കാനും കൂടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഉടനെ തന്നെ മെസ്സേജുകളായി. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ്. 210 രൂപയാണ് 7 പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റാണ്. കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. ലൈറ്റ് പിങ്ക്, ഓറഞ്ച്, അതുപോലെ തന്നെ പിങ്കും വൈറ്റും വരുന്നുണ്ട്. റെഡ് ഉണ്ട്, റെഡും വൈറ്റും വരുന്നുണ്ട്, വൈറ്റ് കളറും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. 7 കളറുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡിസംബർ മാസത്തിലാണ് ഇത് പൂവിടുന്നതെങ്കിലും നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എല്ലാ മാസത്തിലും നമുക്ക് ഒരുപാട് പൂക്കൾ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഇലകൾ തന്നെ ഇങ്ങനെ ഇല പൊഴിച്ച് കളയുന്നതായിരിക്കും. അതായത് ചെടിയിൽ വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുന്ന സമയത്താണ് ഇല പൊഴിച്ച് കളയുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കാറ്റസിൽ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒരു മിനിമം നനവിൽ നിൽക്കുന്ന രീതിയിൽ, എന്നാൽ ഒട്ടും ഉണങ്ങി പോകാത്ത രീതിയിൽ, മണ്ണ് ഡ്രൈ ആകാത്ത രീതിയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൾസം കോംബോ ആണ്. കോംബോ ആയിട്ട് 12 കളറുകളാണ് ഉള്ളത്. 320 രൂപയാണ് കോംബോൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇപ്പം നിലവിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയ ഒരു പ്ലാന്റും കൂടിയാണ് ബാൾസം എന്ന് പറയുന്ന ചെടി. ചൈനീസ് ബാൾസത്തിൻ്റെ കോംബോ ഉണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു അടിപൊളി കോംബോ ഓഫറാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. 12 കളറുകൾക്ക് 320 രൂപയെ വരുന്നുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മൾ ബാൾസം ചെടീൻ്റെ പോട്ടി മിക്സ് കെയറിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞു തന്നേക്കാം. പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജിഫി ബാഗിലാണ് അയക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിച്ചിരിക്കുന്നതാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് അയക്കുന്നത്. അപ്പോൾ ജിഫി സൈസിൽ വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സഡ് ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഉടനെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നിറയ്ക്കുക. അതായത് അത്യാവശ്യം വലിയൊരു പോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് തിക്കായിട്ട് വളരുന്ന ചെടിയും കൂടിയാണ്, കുറേ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ വലിയൊരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടി അങ്ങനെയുള്ളത് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് വളങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം മണ്ണിലേക്ക് ഈ ചെടി കുറച്ച് ആഴത്തിൽ ഇറക്കി വെക്കുക. ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഈ ജിഫി ബാഗ് പൊട്ടിക്കാൻ മറക്കരുത്. കണ്ടോ, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നതുണ്ടോ. അപ്പോൾ നമ്മുടെ ജിഫി ബാഗ് പൊട്ടിക്കാൻ മറക്കരുത്. ജിഫി ബാഗ് പൊട്ടിച്ചതിന് ശേഷം വേണം, അതായത് ജിഫി ബാഗ് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വേരുകൾ ഇളകി പോകാതെയോ പറഞ്ഞു പോകാതെയോ നോക്കണം. നല്ല ശ്രദ്ധയോടുകൂടി പൊട്ടിച്ചിട്ട് മണ്ണിലേക്ക് ഇച്ചിരി ആഴത്തിൽ ഇറക്കി വെക്കുക. 2 നേരം നന്നായിട്ട് വെള്ളം ഒഴിക്കുക. രാവിലെ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിന് നനവൊന്ന് ഇറങ്ങിപ്പോകാനും കൂടിയാണ്. വേര് വലിച്ചെടുക്കുമല്ലോ പെട്ടെന്ന് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം ഒഴിക്കുന്നതിനും ബെറ്റർ കുറച്ച് രാവിലെ ഒഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ 2 നേരം ഒഴിക്കുന്നവരുണ്ടെങ്കിൽ 2 നേരം ഒഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം.